ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവോണ ദിനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെ ചെറിയ ആഘോഷം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം പൂക്കളമെല്ലാം ഒരുക്കിയത് കൊണ്ട് തിരുവോണത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പൂക്കളത്തിൻ്റെ. പിന്നെയുള്ളത് അടുക്കള ജോലികളാണ്, നമ്മൾ ഭക്ഷണം തയ്യാറാക്കൽ. അപ്പം ഞാൻ ഓണത്തിനായിട്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും ഒരു സദ്യ ഒരുക്കി. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കിയത് പുളിശ്ശേരി, പിന്നെ ഈ കാണിക്കുന്നത് അവിയൽ. അപ്പോൾ ഇവിടുത്തെ ഒരു രീതിക്ക് അവിയൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇങ്ങോട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. നമ്മുടെ വടക്കോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഒന്നൊന്നുമ്പോൾ തൊടാതിരിക്കുന്ന രീതിയാണ്, പക്ഷെ ഇങ്ങോട്ടൊക്കെ ഒന്ന് കുഴഞ്ഞിരിക്കണം. പിന്നെ ഉണ്ടാക്കിയത് പച്ചടിയാണ്, വെള്ളരിക്ക പച്ചടി. പിന്നെ ഇത് സാമ്പാർ. അപ്പോൾ എല്ലാം കുറേശ്ശെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഇതുകൊണ്ട് ബാക്കി അച്ഛനും അമ്മയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, വൈകുന്നേരത്തേക്കും വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് പരിപ്പാണ്. തെക്കോട്ടുള്ള ഒരു സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനം പരിപ്പും നെയ്യുമാണ്. അപ്പോൾ ആ ഒരു പരിപ്പാണത്. പിന്നെ നമ്മുടെ കുത്തിരി ചോറും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ തയ്യാറാക്കിയത് പാലട പ്രഥമനാണ്. അപ്പോൾ ഇതും ഒന്ന് കട്ടിയായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനത് ലൂസാക്കാനൊന്നും നിന്നില്ല, കാരണം ആ ഒരു നേരമല്ലേ എല്ലാവരും കഴിക്കുന്നുള്ളൂ. ഉച്ചതിരിഞ്ഞ് ആരും ഇല്ലാത്തത് കൊണ്ട് അച്ഛനും അമ്മയും ഉച്ചതിരിഞ്ഞ് കഴിക്കാനും വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ 2 ദിവസം മുന്നേ ഇട്ട മാങ്ങച്ചാറും, പിന്നെ നമ്മുടെ ചാനലിൽ കാണിച്ച ഇഞ്ചിപ്പുളിയുടെ കറിയും. പിന്നെ ഇതെന്ന് പറയുന്നത് കൂട്ടുകറി ഞാൻ ഉണ്ടാക്കിയില്ല, അതിന് പകരം സോയ വെച്ചിട്ടൊരു കൂട്ടുകറിയാണ് മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയത്. പിന്നെ ബീൻസ് തോരനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇനി ഇലയിട്ട് നമ്മൾ സദ്യ വിളമ്പാണ് ചെയ്തത്. അപ്പോൾ വിളമ്പുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ 3 പേരും റെഡിയായി, ഓണക്കോടി എല്ലാം ഇട്ടു. ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ ഓണക്കോടി എല്ലാം ഇട്ടിട്ടാണ് ഊണ് വിളമ്പുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വറുത്ത ഉപ്പേരിയും ശർക്കര വരട്ടിയും വെച്ചിട്ട് സദ്യ വിളമ്പാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഇതപ്പോൾ നമ്മൾ കറികളെല്ലാം വിളമ്പി തീരുന്നതിന് മുന്നേ ആയിട്ട് മോള് കയറിയിരുന്നു സീറ്റിൽ. അപ്പോൾ അവൾക്ക് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത്തവണ നിലത്തങ്ങനെ ഇരിക്കാറില്ല, നിലത്ത് പായ വിരിച്ചിരിക്കാറില്ല, കാരണം അച്ഛനും അമ്മയ്ക്കും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ടേബിളിൽ തന്നെയാണ് ഇലയിട്ടിട്ട് ഊണ് കഴിക്കാറ്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ഊണ് കഴിക്കാറ്. പിന്നെ ഇവിടുത്തെ ഒരു രീതി തെക്കോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചോറ് വിളമ്പിയതിന് ശേഷം പരിപ്പ് ഒഴിച്ചിട്ട് സദ്യ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണ്. അതിന് ശേഷം സാമ്പാർ, പിന്നെ പായസം, അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിശ്ശേരി ഒഴിച്ച് ചോറ് കഴിക്കുക, അങ്ങനെ സദ്യ ഫിനിഷ് ചെയ്യുക. ആ ഒരു രീതിക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ സദ്യ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇലയിട്ട സമയത്ത് ഇല തിരിഞ്ഞു പോയി. അപ്പോൾ കറികളെല്ലാം വിളമ്പി പാതി ആയതിന് ശേഷമാണ് നമ്മൾ ഇല തിരിഞ്ഞു പോയെന്ന് അറിയുന്നത്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇല തിരിഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ആ വിളമ്പുന്നതിൻ്റെ ധൃതിക്ക് പിന്നെ പോകാനുള്ള തിരക്കിലും ഒക്കെ കൂടി ആകെ മറന്നുപോയി. അപ്പോൾ ഇലയൊന്ന് തിരിഞ്ഞു പോയി, അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം. പിന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിന്നില്ല, നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാ കറികളും മാറ്റണ്ടേ, അതുകൊണ്ട് പിന്നെ ചേഞ്ച് ചെയ്തില്ല, അങ്ങനെ തന്നെ അങ്ങ് വിളമ്പി. അപ്പോൾ ചോറ് ഇട്ടതിന് ശേഷം എന്താ നമ്മൾ പരിപ്പൊഴിക്കുന്നുണ്ട് എല്ലാവരുടെ ഇലയിലും. അപ്പോൾ നമ്മൾ ഇലയിലെല്ലാം വിളമ്പി കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ നമ്മൾ 3 പേരും മാത്രമേ ഓണക്കോടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങാമെന്നുള്ള രീതിക്കാണ് ഒരുങ്ങിയതിന് ശേഷം വിളമ്പാനിരുന്നത്. നമ്മൾ ഊണൊക്കെ കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ തവണത്തെ ഓണവിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.